ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കുറേ നല്ല ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. ക്ലീനിങ് ടിപ്സ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് സേവിങ് ടിപ്സ് ഉണ്ട്. അങ്ങനെ വളരെ നല്ല കുറേ ടിപ്സുകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ജാറുകളൊക്കെ വാങ്ങിക്കും. പക്ഷേ അതിൻ്റെ അടപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേറെ ഓൾട്ടർനേറ്റ് യൂസ് ആയിട്ട് ഇതുപോലെ ഫോർക്കുകളും സ്പൂണുകളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതുപോലെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ അങ്ങനെയുള്ള നല്ല ഗ്ലാസ് ജാറുകൾ നമുക്കിതുപോലെ മണി പ്ലാന്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു യൂസാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു ഓൾട്ടർനേറ്റ് യൂസാണ്. ഇന്നത്തെ സെക്കൻഡ് ടിപ്പ് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ കുറേ പഴയ തുണികളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ മിക്കവാറും അത് അലമാരികളിലൊക്കെ എടുത്തു വെക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിപ്പാകും, അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളയുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഇതിനൊരു ബെസ്റ്റ് യൂസ് പറയണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ തുണികളൊക്കെ എടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ സൈസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക. നമുക്ക് ഈ തുണി കൊണ്ട് യൂസും ആകുകയും ചെയ്യും. ഇതുപോലെ ഞാൻ എൻ്റെ കുറച്ച് തുണികളൊക്കെ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ, കട്ട് ചെയ്തെടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയി മുറിച്ചെടുക്കാനും തോന്നത്തില്ല. നമുക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത്, നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പറിന് പകരം നമ്മളിത് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ പഴയ തുണി പോവുകയും ചെയ്യും. ടിഷ്യൂ പേപ്പറിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്ന വളരെ നല്ലൊരു ക്ലീനിങ് ടിപ്പാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ കോപ്പർ ബോട്ടമുള്ള പാത്രങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ മൊന്തകൾ, പ്ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ. അതൊന്നും എൻ്റെ ഇല്ല. ഇപ്പോൾ ബോട്ടമുള്ള ഈ പാത്രമേ ഉള്ളൂ. അത് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു തിരി സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് ബ്രാസ് ആണ്, പിച്ചളയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ അതുപോലെ ക്ലാവൊക്കെ പിടിച്ച് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല കാണുന്ന നല്ല പോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സിൽവർ, വെള്ളിയുടെയാണ്, വെള്ളി പാദസരമാണ്. അപ്പോൾ അതുപോലെ കറുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇതെല്ലാത്തിനും കൂടി നമുക്ക് ഒറ്റ സൊല്യൂഷനിൽ തന്നെ നമുക്കിതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടി ക്ലീൻ ചെയ്തെന്ന് വെച്ച് കൂടുതൽ ഉണ്ടാക്കണം. ഒരു 3 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കണം. അതും ഒരു 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഏതെങ്കിലും എടുക്കാം. ഇപ്പം ഞാനിവിടെ പ്രില്ലാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വിനാഗിരി, വൈറ്റ് വിനാഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കണം. അപ്പം എത്രത്തോളം നീട്ടം വേണോ അതിനനുസരിച്ച് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ റെഡിയാക്കി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഓരോന്നിലേക്കും തേച്ച് പിടിപ്പിക്കണം. അപ്പം ഞാൻ ആദ്യം തിരി സ്റ്റാൻഡിലോട്ട് തേച്ച് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ പാദസരത്തിലും കൂടി തേച്ച് വെക്കാം. അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും ഞാൻ തേച്ച് കുറച്ച് നേരം ഒന്ന് വെക്കും. ഒരു 5-10 മിനിറ്റ് നമുക്ക് തേച്ചിട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ കോപ്പർ ബോട്ടമുള്ള ആ പാത്രത്തിലും കൂടി തേച്ച് കൊടുക്കുവാണ്. കണ്ടോ, ഇതും കൂടി ഇങ്ങനെ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കാം. ഇതിലൊരു 5-10 മിനിറ്റ് മാത്രം നമുക്കിത് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി നേരമൊന്നും കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു സ്ക്രബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കണ്ടോ, അതിൻ്റെ ആ തെളിഞ്ഞ് വരണം, ഫുൾ ക്ലിയർ ആയി. എത്ര ഭംഗിയായിട്ടാണ് വിളിച്ചത്. ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നൊരു സൊല്യൂഷനാണ്. ഒന്ന് തുടച്ചു കൊടുക്കുക. കണ്ടോ, വെട്ടി തിളങ്ങുന്നല്ലേ, ബുദ്ധി പാത്രം പോലെ ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. പ്രത്യേകിച്ച് എന്ത് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ശരിക്കും വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു സൊല്യൂഷനായിരുന്നത്. അതുപോലെ തന്നെ പാദസരം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് തിരി സ്റ്റാൻഡ് ആയിരുന്നപ്പോൾ കുറച്ച് മെഴുക് അവിടെ വീണ് അത് മേലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ആകുമ്പോൾ ആ സൈഡൊക്കെ ഇച്ചിരി ഒന്ന് വെളുക്കാൻ പാട് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ പൊക്കത്തിൽ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മുകളിൽ തിരി വെക്കുന്ന സൈഡുണ്ടല്ലോ, അവിടെ ഒന്നും പ്രശ്നം വന്നില്ല. അതൊക്കെ നല്ലതായിട്ട് വെളുത്തു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലും കൂടി ഒന്ന് തേച്ച് കൊടുത്ത് നോക്കി. കണ്ടോ, ഇത്ര ജസ്റ്റ് തൊട്ടാൽ തന്നെ അതങ്ങനെ നല്ല പോലെ അതിൻ്റെ കളർ വന്നിങ്ങനെ മിട്ടി തിളങ്ങണ പോലെ വരുന്നുണ്ട്. നമുക്ക് നല്ല വെള്ളത്തിലിട്ടൊന്നിനെ കഴുകിയെടുത്ത് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ പാദസരം എങ്ങനെ ഇരുന്ന കളറല്ലേ, ഇപ്പം നമ്മുടെ പുതിയ പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരി സ്റ്റാൻഡിൻ്റെ നോക്കിക്കേ, അതും ഒരുമാതിരി. പിന്നെ കുറച്ച് എനിക്ക് ആ തിരിവിട താന്ന് തോന്നുന്നു. തിരിവിട വീണതിൻ്റെ പാട് മാത്രം ഇച്ചിരി മാറി. പക്ഷേ എൻ്റെ പൊക്കത്തിലെ പോർഷനൊക്കെ നല്ല പുത്തം പോലെയായി. ഇത് വെട്ടി തിളങ്ങുന്നുണ്ട്. ഇപ്പോഴേ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ചും ഇതുപോലെ നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഷൈൻ ചെയ്യുന്നുണ്ട്. പുതിയതുപോലെ ആയിട്ടുണ്ട്.
അപ്പോൾ എങ്ങനെയുണ്ട് ഈ സൊല്യൂഷൻ? വളരെ എളുപ്പമല്ലേ? നമ്മുടെ പാത്രങ്ങളും എല്ലാം പാദസരമൊക്കെ പുതിയതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ് വന്നിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടായ ശേഷം മിച്ചം വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് രാത്രി ഉണ്ടായ ശേഷം രാവിലെ മിച്ചം വരുവാണെങ്കിൽ, രാവിലെ അത് ഹാർഡായിട്ട് ഇരിക്കുകയും ചെയ്യും, ആർക്കും കഴിക്കാനൊട്ട് ഇഷ്ടവും കാണത്തില്ല. ആ ചപ്പാത്തി നമുക്ക് എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റിയ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചോറ്റുപാത്രം എടുക്കണം. ഒരു സ്റ്റീലിന്റെ പാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ഈ ചപ്പാത്തി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാം. പിന്നെ നമ്മളൊരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് ചൂടാക്കാൻ വെക്കണം, തിളപ്പിക്കണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചോറ്റുപാത്രം നമുക്ക് അതിനകത്തോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് കുക്കർ നല്ലപോലെ അടയ്ക്കണം, തീ ഓഫ് ചെയ്യണം, വെയിറ്റ് ഒക്കെ ഇട്ട് തന്നെ വെക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ ചപ്പാത്തി പോലെ അത്ര ഫ്രഷ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും കണ്ടോ, എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുമെന്ന് അറിയാമോ? അപ്പോൾ ഇതുപോലെ എപ്പോഴും വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ ബാഗൊക്കെ ഉണ്ട്, സ്കൂൾ ബാഗ്. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്ട്, അപ്പോൾ ബാഗൊക്കെ ഒന്ന് കഴുകുക. അപ്പോൾ ചിലരൊക്കെ പുതിയ ബാഗായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ബാഗൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നല്ല ക്വാളിറ്റി ബാഗായിരുന്നു, ഒന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല. 1, 2, 3 വർഷമൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗായിരുന്നു. പിന്നെ സ്ക്രാച്ചസ് ഒന്നുമില്ല, വളരെ നല്ലതായിട്ടിരിക്കണം. കുറച്ച് ഇതുപോലെ ചെളിയൊക്കെ പറ്റിയിരിപ്പുണ്ട്, ഒന്ന് മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവളുടെ പെൻസിൽ പൗച്ചും ഒക്കെ ഞാൻ ഇതോടൊപ്പം വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷാണ്. അപ്പോൾ ഏതെങ്കിലും എടുക്കാം, ഞാനിവിടെ പ്രില്ലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അതൊരു കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടിയാണ് ചേർക്കുന്നത്. ഇതോടൊപ്പം ഇച്ചിരി നാരങ്ങ നീരും, ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. കുറച്ച് ഷാമ്പുവും കൂടി ചേർക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഷാമ്പു കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുമല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബാഗ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ബാഗിലോട്ട് ഞാൻ ആദ്യം വെള്ളം നനച്ച് കൊടുത്തായിരുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് തേച്ച് കൊടുക്കാം. നമുക്ക് എവിടെയൊക്കെയാണ് കുറച്ച് ചെളി കൂടുതലുള്ളതെന്ന് പറയുന്നത് അവിടേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു ബ്രഷ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ബ്രഷിൽ വേറെ ഏതെങ്കിലും ബ്രഷ് ഇട്ടിട്ടൊന്ന് തേച്ചാൽ മതി. എല്ലായിടവും ആ പേസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം എല്ലാത്തിലും ഇപ്പം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ചെളി ഇപ്പം തന്നെ ഇളകി വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല കറുത്ത ചെളി ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവളുടെ കയ്യിൽ വേറൊരു പെൻസിലിൻ്റെ പൗച്ച് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ എടുത്തിട്ട് അതും കൂടി ഇതുപോലെ തന്നെ ആ സൊല്യൂഷൻ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ഓരോ ബോക്സുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാ വർഷവും അത് തന്നെ എടുക്കാനായിട്ട് ഇഷ്ടമാണ്. പുതിയത് വാങ്ങിച്ചാലും ചിലതൊക്കെ പിന്നെയും പഴയത് തന്നെ ഉപയോഗിക്കണമെന്ന് തോന്നുമല്ലോ, അങ്ങനെയുള്ളൊരു പൗച്ചുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നല്ലപോലെ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെ തേച്ച് എടുത്ത് വെക്കുവാണ്. കാരണം നമുക്ക് പിന്നെ അത് അങ്ങനെ വെച്ചാൽ മതി, പിന്നീട് കൂടുതൽ പണിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതേ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ അതേ നമുക്ക് നോക്കാം. കണ്ടോ, ചെളിയെല്ലാം സൂപ്പറായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇപ്പോൾ കഴുകി എടുത്തു വന്നു, എല്ലാം നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല കുത്തിനെ. ബാഗിൻ്റെ ഒക്കെ സൈഡ് നോക്കി വൈറ്റ് ആയിട്ടുണ്ടായിരുന്ന സൈഡെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമേ. ഇനി ഉണങ്ങി വന്നാലേ കുറച്ചും കൂടി വ്യക്തമാവും. അപ്പോൾ ഉണങ്ങാനായിട്ട് എല്ലായിടത്തും തൂക്കി. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ബാഗ് ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് വന്നിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ചെറിയ ബോക്സുകൾ ഇട്ട് വെക്കുമ്പോൾ കുറച്ച് താഴെ വീഴാനൊക്കെ പറ്റുവാറുണ്ടല്ലേ, താഴെയൊക്കെ വീണ് പോകാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടിപ്പായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊരു ചോപ്പ് പോലെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കൂടി ഇടുവാണെങ്കിൽ ഒന്നും താഴെ പോകാതെ നീറ്റായിട്ട് നമുക്ക് അതിലോട്ട് മാറ്റാൻ പറ്റുമേ. അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തുണ്ടാക്കി വെക്കുവാണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.